ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉണ്ണി മൂന്തൻ ആണ് മാളികപ്പുറം സംവിധാനം ചെയ്തത്. അത് മിക്സിംഗ് സ്റ്റുഡിയോയിൽ നിങ്ങളോട് മിക്സിംഗ് സ്റ്റുഡിയോയിൽ വിഷ്ണു ചെന്നിട്ടില്ല, ഉണ്ണിയാണ് മുഴുവൻ ഇരുന്നത്. അതിന്റെ തെളിവ് MR രാധാകൃഷ്ണൻ, നമുക്കെല്ലാം അറിയാം, അദ്ദേഹം എടുത്ത സിനിമ എല്ലാം മിക്സ് ചെയ്യുന്നത്. അദ്ദേഹം അതിന് തെളിവുണ്ട്, അദ്ദേഹം പറയുമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഞാൻ ലൈവായിട്ട് രാജേട്ടനെ വിളിക്കാം. ഈ രാജേട്ടൻ ആണ് സുമതിയോട് മിക്സ് ചെയ്തത്. രാജേട്ടൻ, ഞാൻ പ്രസ് മീറ്റിലാണ്. രാജേട്ടാ, ഇന്ന് രാവിലെ നമ്മുടെ പ്രൊഡ്യൂസർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വിഷ്ണു ശശിശങ്കർ ഇന്ന് രാവിലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ വിഷ്ണു ശശിശങ്കർ മിക്സിങ്ങിന് ഇരുന്നിട്ടില്ല, ഉണ്ണി മുതലാണ് ഫുൾ പടം ഇരുന്ന് മിക്സ് ചെയ്തത്. ഉണ്ണി വന്നത് ആ ഫൈറ്റ് സീക്വൻസ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട്, അത് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉണ്ണിയാണ് വന്നത്. അല്ലാതെ ഉണ്ണി പടം കാണാൻ പോലും എന്റെ കൂടെ ഇരുന്നിട്ടില്ല. ശരിക്കും ലാസ്റ്റ് ആ ഒരു പോർഷൻ, ആ ഫൈറ്റിന്റെ ഭാഗം മാത്രം ഉണ്ണി എന്റെ കൂടെ ഇരുന്നു. ബാക്കി കംപ്ലീറ്റ് വിഷ്ണുവിനെ ഫൈനൽ കോൾ ആക്ച്വലി. ഫൈനൽ കോളിന് ഞാൻ ഔട്ട് കൊടുത്തത്. അല്ലാതെ അങ്ങോട്ട് വന്നു, മറ്റേ ഫൈറ്റിന്റെ പോർഷൻ മാത്രം എന്റെ കൂടെ ഇരുന്നു. അത്ര തന്നെ. അത് കാരണം പുള്ളി അത്രയും ഫൈറ്റ് അത്രയും ചെയ്തൊന്നും ഒരു ഇതുണ്ടായിരുന്നു, അംഗീകാരമുണ്ടായിരുന്നു. അതിനുവേണ്ടി മാത്രം എന്റെ കൂടെ ഇരുന്നിട്ടുള്ളൂ. സുമതി വളവിന്റെ ഫുൾ മിക്സിംഗ് വിഷ്ണു അല്ലേ ഇരുന്നേ? പിന്നല്ല, അത് ഫുൾ ടൈം. അത് അതിന് ഇവൻ അറിവുള്ള വല്ലപ്പോഴേക്കും. ശരി ഏട്ടാ, താങ്ക് യു. ഇത് നിങ്ങളെ കേൾപ്പിച്ച വേറൊന്നുകൊണ്ടല്ല, ഇത് നിങ്ങൾ ഇന്ന് പലരും മറ്റേ ഇതാക്കി ഇട്ടേക്കുന്ന ഞാൻ കണ്ടു, കാർഡാക്കി ഇട്ടേക്കുന്നത് കണ്ടു. വിഷ്ണുവിന്റെ സംവിധാനമല്ല, മിക്സിംഗ് ചെയ്ത ഒരു ഉണ്ണിമൂന്ന് ഇരുന്നിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ആദ്യത്തെ ചോദ്യം എനിക്കറിയാം, എന്താണ് ഉണ്ണിമൂന്ന് ഇതിലെ റോൾ എന്നൊരു ചോദ്യമായിരിക്കും ഇതിൽ പലർക്കും ചോദിക്കാനുള്ളത്. ആദ്യമേ ഞാൻ പറയാം, സുമതി വളവിന്റെ ഷൂട്ടിന് മുന്നേ ഒരു ദിവസം മുരളിച്ചേട്ടൻ എന്നെ പേഴ്സണലി ഫ്ലാറ്റിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ചെറിയ പ്രശ്നമുണ്ട്, എന്താന്ന് ചോദിച്ചു. എന്നെ ഉണ്ണി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. പുള്ളിനെ എന്തോ ചോദിച്ചാൽ പറഞ്ഞു, വിഷ്ണുവിനെ വെച്ച് പടം ചെയ്തെന്ന് പറഞ്ഞു. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര നാളെ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സിനിമയെ വർക്ക് ചെയ്ത് എത്രയോ പേരുണ്ട്. ഉണ്ണി മാത്രമല്ല സിനിമ അഭിനയിച്ചിരുന്നത്, സൈജു ചേട്ടനുണ്ട്, വർക്ക് ചെയ്ത് എത്രയോ ടെക്നീഷ്യന്മാരുണ്ട്. അവരെ വിളിച്ചു ചോദിച്ചതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്ത് 1-2 പേരെ ഞാൻ വിളിച്ചു കൊടുക്കുകയും, അപ്പം പുള്ളി തന്നെ അന്ന് എൻ്റെ അടുത്ത് ഇത് അസൂയയുടെ പുറത്തുള്ളതാണ് മറ്റെന്തോ ഒരു വേർഡ് ഉപയോഗിച്ചു, ഇത് പറഞ്ഞിട്ടാണ് ഇത്. അന്ന് അദ്ദേഹത്തെ മറ്റൊരാളും കൂടെ വിളിച്ചിരുന്നു ഈ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ പേര് ഞാൻ പുറകെ പറയാം. അപ്പൊ അതിനുശേഷം ഈ സിനിമ ചെയ്യുമ്പോഴൊക്കെ വിഷ്ണു ശശിശങ്കറിനെ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു, എല്ലാം ഓക്കെയാണ്. ഉണ്ണി മൂന്തൻ ഇന്നലെ വിളിഞ്ഞാന്നു അദ്ദേഹത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അടുത്ത സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യമാണ്. കാരണം ഒരാളുടെ ഒരു അവസ്ഥ കണ്ട് ഉണ്ണി മൂന്തൻ ഒരു ഡേറ്റ് കൊടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഉണ്ണിയുടെ വലിയ മനസ്സാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ മാളികപ്പുറത്തിന്റെയും മാർക്കോടിയും ഇടയിൽ ഉണ്ണിയുടെ ഇറങ്ങിയ സിനിമകളുണ്ട്, നഷ്ടം വന്ന സിനിമകളുണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ഇവിടെയുണ്ട്, അവരുടെ വീട്ടിൽ ചെല്ലണം ഉണ്ണി, അവർക്കും ഡേറ്റ് കൊടുക്കണം. ഈ മറ്റേ മുട്ടനാടുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഇടയിൽ വന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അത് റിയാലിറ്റിയിലുണ്ട്. ഉണ്ണി മൂന്നുള്ളത് വേറെ ആളുകളുണ്ട്. ഉണ്ണിമൂന്നിന്റെ വിഷയം ഞാൻ ക്ലിയർ പറയാം. അതിനുശേഷം വിഷ്ണു ശശിശങ്കറിന്റെ കുറച്ചു നേരം വിഷ്ണു പറയാൻ വന്ന വിഷയം അത്. വിഷ്ണുവിന്റെ ഒരു തമിഴ് പടം ഓണായി. വിഷ്ണു അത് സോഷ്യൽ മീഡിയയിൽ അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പൂജ നടന്നിരുന്നു, ഞാനും അത് ഷെയർ ചെയ്തിരുന്നു. ആ പൂജ കഴിഞ്ഞ് ആ ന്യൂസ് പുറത്തു വന്ന 2-ാം ദിവസം അതിന്റെ പ്രൊഡ്യൂസറിന്റെ ഫോണിലേക്ക് ഈ പറയുന്ന മുരളി കുന്നംപുറത്തിന്റെ മെസ്സേജ് പോയി. അദ്ദേഹം അയച്ച മെസ്സേജ് ഇതാണ്, നമ്മുടെ ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യാം. ഈ സംവിധായകനെ വെച്ച് സിനിമ ചെയ്തു, ഇയാൾക്ക് സിനിമ ചെയ്യാൻ അറിയില്ല, ഇയാള് കാരണം എന്റെ കഴിഞ്ഞ പടം ഒരുപാട് പൈസ പോയി. അതിന്റെ തെളിവ് വേണമെങ്കിൽ അതിന്റെ മുന്നത്തെ പടത്തിന്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ, അതായത് 2 പ്രൊഡ്യൂസേഴ്സ് ആണ്, ആന്റോ ചേട്ടനും വേണുചേട്ടനും, അതിൽ വൺ ഓഫ് ദ പ്രൊഡ്യൂസറിനെ വേണുചേട്ടനെയാണ് പറയുന്നത്, വിളിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഹീറോയെ വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടു, മെസ്സേജ് അയച്ചു. നിങ്ങൾ ആലോചിച്ച് വെക്കണം, ഈ വീഡിയോ പുറത്തു വന്നത് 2 ദിവസം മുന്നെയാണ്. രക്ഷകനെ പോലെ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഇവരൊക്കെ അദ്ദേഹത്തെ വിളിച്ചു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എങ്ങനെ പുള്ളിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിന് 1 മാസം മുന്നേ വിഷ്ണുവിന്റെ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഇവരോട് ചോദിക്കാൻ എന്ന് പറയുമ്പോൾ കൃത്യമായി ഇതിനകത്ത് നടത്തേക്കുന്ന ഒരു പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമാണ്, കൃത്യമായ പ്ലാനിങ് വ്യക്തമാണ്. ഇത് ഏത് വഴിക്കാണ്, എങ്ങനെയാണ്. ഇനി നിങ്ങളത് പറയാനുള്ളത്, ഇന്നലെ വേണു കുന്നപ്പള്ളി സാറിന്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വിഷ്ണുവിനെ എനിക്ക് പണിയറിയില്ല, പ്രൊഡ്യൂസേഴ്സിനെ ഞങ്ങൾ കുഴിയിൽ ചാടിക്കുന്നു, ഇങ്ങനെ കോമൺ ആയിട്ട്
ഇദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം പരിപാടി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പ്രൊഡ്യൂസർ അസോസിയേഷൻ കണക്ക് വിട്ട സമയത്തും ഇദ്ദേഹം പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇതിനു മുന്നേ അതായത് ഇന്റർവ്യൂ ചോദിക്കാൻ അറിയാം. ഞാൻ ചോദിക്കുന്നത്, എനിക്ക് പണി അറിയില്ലെങ്കിൽ എന്നെ വെച്ച് ഞാൻ 6 പടം ചെയ്തതിൽ 3 പടവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ്. 2 പ്രൊഡ്യൂസർ, ആന്റോ ചേട്ടനും വേണു ചേട്ടനും. ഞാൻ ഈ 3 പടവും ചെയ്തിരിക്കുന്നത് ഒരേ ഒരാൾക്ക് വേണ്ടിയാണ്, ആന്റോ ചേട്ടന് വേണ്ടിയാണ്. എന്തൊക്കെ എന്നെ സിനിമയിലേക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്യുകയും എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നുള്ള ആന്റോ ചേട്ടൻ. ആന്റോ ചേട്ടനോട് മാത്രമാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. എനിക്ക് ഇദ്ദേഹമുള്ളപ്പോൾ സിനിമ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അനാവശ്യമായി സിനിമകളിൽ കയറി ഇടപെടുകയും തനിക്ക് എല്ലാം അറിയാം എന്നൊരു ചിന്തയും കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ് വേണു ചേട്ടൻ. അദ്ദേഹത്തിന് എന്നോടുള്ള പ്രശ്നം തുടങ്ങിയേക്കുന്ന ഇവിടെ നിന്നൊന്നുമല്ല. ഞാൻ നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നു. നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ ആന്റോ ചേട്ടനെയാണ് എനിക്ക് അന്ന് അറിയുന്നത്, വേണു ചേട്ടൻ എനിക്ക് അറിയില്ല. വേണു ചേട്ടൻ അതിനിടയിൽ എപ്പോഴാണ് ഒരു ദിവസം കണ്ടിട്ടുള്ളത്. ആ പടം കോവിഡ് സമയത്ത് ഇറങ്ങുന്നു. അതിനുശേഷം നെറ്റ്ഫ്ലിക്സിൽ ആ പടം വലിയ ട്രെൻഡിങ് ആവുന്നു. ഇന്നും കേരളത്തിന് പുറത്തു പോയാൽ മാളികപ്പുറത്തേക്കാൾ കൂടുതൽ എന്നെ ആളുകൾ സംസാരിക്കുന്ന നൈറ്റ് ഡ്രൈവിനെ പറ്റിയാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു എഴുത്തുകാരന്റെ മോശം, കഥ മോശമാണെങ്കിൽ ആ സിനിമയുടെ റീമേക്ക് റേസ് ഹിന്ദിയിൽ വീനസ് ഒരു കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ സ്റ്റോറി റീമേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവരിത് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ തെലുങ്ക് പോയിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് അതിന്റെ തെലുങ്ക് പോയി. കഥ മോശം. ഓക്കെ, അപ്പം ആദ്യത്തെ പടം ആസ് എ റൈറ്റർ ഇന്നലെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരമാണെങ്കിൽ ഞാൻ മോശം റൈറ്റർ ആണെങ്കിൽ എന്റെ 2ാമത്തെ പടം മാളികപ്പുറവും അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്റോ ചേട്ടനും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ നിർമ്മാണ സമയത്ത് ഒരു സമയത്ത് ശബരിമലയിൽ അദ്ദേഹം എത്തുകയും നമ്മൾ കഥയൊക്കെ പറഞ്ഞാണ്. അന്നും അദ്ദേഹം കുറച്ച് കറക്ഷൻസ് ഒക്കെ പറഞ്ഞു. ശബരിമല വെച്ച് നമുക്ക് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത് അത്ര വിഷ്വൽ കാണിക്കുന്നു. അന്ന് അദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും മാറ്റിയെടുത്ത ഒരു കാര്യം പറഞ്ഞു, ഈ സിനിമയുടെ ക്ലൈമാക്സ് മാറ്റണമെന്ന് പറഞ്ഞു. അതായത് ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഉണ്ണി മൂന്നിനെ പോലീസാക്കി നിർത്തണ്ട, ഇതിനെ അയ്യപ്പനാക്കി തന്നെ നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് ഞാനും വിഷ്ണു പറഞ്ഞു ഒരിക്കലും നടക്കില്ല. കാരണം ഈ സിനിമയുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഭയങ്കര റിയാലിറ്റിയിൽ അല്ല റിയലിസ്റ്റിക് ആയിട്ട് ഇതിനെ കൊണ്ട് ക്ലൈമാക്സ് നിർത്തിയാൽ മാത്രമേ ഈ സിനിമ വിജയിക്കുന്നുള്ള വാശിയിൽ ഞങ്ങൾ നിന്നു. അന്ന് അദ്ദേഹത്തിന് അതൊരു വലിയ ഈഗോ ആയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പല വേദികളിലും അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന്റെ 3 പടങ്ങളാണ് ഇറങ്ങുന്നത്. മാളികപ്പുറം വെച്ച് മറ്റ് 2 പടത്തെ പറ്റി അദ്ദേഹം ഭയങ്കര പ്രതീക്ഷ പറയുമ്പോൾ മാളികപ്പുറത്തെ ഒരു വളരെ ചെറിയ പടമാണ് അത്. ഉണ്ണിയുടെ പടം ആ സമയത്ത് ഒന്നും ഓടുന്നില്ല, ഉണ്ണിയുടെ പടത്തിന് ബിസിനസ് ഇല്ല എന്ന രീതിയിൽ വരെ സംസാരം വന്നപ്പോൾ മാളികപ്പുറം ഒരു വലിയ സക്സസിലേക്ക് പോവുകയും ഈ പറയുന്ന 100 കോടിയുടെ കളക്ഷൻ റിപ്പോർട്ട്സ് വരെ അന്നത്തെ പ്രൊമോഷൻ സമയത്ത് പുറത്തു പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂ പോയി പറയുകയാണ്, എനിക്ക് മാളികപ്പുറം 100 കോടി കിട്ടിയില്ല, 75 കോടി കിട്ടിയുള്ളൂ. അതൊരു പ്രൊഡ്യൂസർ പറയാണ്. ഓക്കെ, അത് അദ്ദേഹത്തിന് ഇഷ്ടം. ഇതിനിടയിൽ ഞാൻ അടുത്ത പടം, അതായത് എഴുതാൻ അറിയാത്ത എന്നെ വെച്ചിട്ട് അദ്ദേഹം 3ാമത്തെ പടം ആനന്ദ് ശ്രീബാലൻ. ഇതിന് തൊട്ട് മുന്നേ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. ഞാൻ ദുബായി വെച്ചിട്ട് പോയി ആ പുസ്തകം അദ്ദേഹം എനിക്ക് വായിക്കാൻ തന്നിട്ട് അദ്ദേഹം എടുത്ത് പറഞ്ഞു, ഇതിലെ എല്ലാ കഥകളും സിനിമയാക്കാൻ പറ്റും. അഭിലാഷ് ഇത് വായിച്ചിട്ട് ഇതിലൊരു മജീഷ്യന്റെ കഥയുണ്ട്, ആ സിനിമ നമുക്ക് അത് തിരക്കഥയാക്കി സിനിമ ചെയ്യാം, പ്ലാൻ ചെയ്യാൻ പറഞ്ഞു. ഞാനത് വായിച്ചു. ഞാൻ മോശം എന്ന് പറയുകയല്ല, എന്റെ ടേസ്റ്റിന് പറ്റിയ പടങ്ങളല്ല. കാരണം അതിനേക്കാൾ എത്രയോ ബെറ്ററായ കഥകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടാ ഇത് എന്റെ ടേസ്റ്റിന് പറ്റിയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കാതിരിക്കാനാണ്, പ്രാക്ടിക്കലി പറഞ്ഞാൽ വിഷമിപ്പിക്കാതിരിക്കാൻ പറഞ്ഞത്. കാരണം എനിക്കത് വർക്കായില്ല കഥകളൊന്നും. അന്ന് അദ്ദേഹം എന്റെ അടുത്ത് കൊണ്ട് തനിക്ക് എന്തറിയാം, ഇതൊക്കെ ഹിറ്റ് ആവാൻ പോകുന്ന കഥകളാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ധൈര്യമായിട്ട് ചെയ്യും. കാരണം മാമാങ്കം മുതൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ്. അദ്ദേഹം ചെയ്യട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരു പ്രശ്നം പുള്ളി ചെയ്തോട്ടെ. കാരണം കയ്യിൽ കാശുണ്ട്, അവിടെ പുള്ളിക്ക് എന്ത് കോൺഫിഡൻസിൽ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോട്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ആനന്ദ് ശ്രീബാല ആലോചിച്ച് നോക്കണം, എഴുതാൻ അറിയാത്ത എന്റെ 3ാമത്തെ സിനിമ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്നലെ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ, മുരളി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ആനന്ദ് ശ്രീബാല നഷ്ടമായിരുന്നു. ആയിക്കോട്ടെ, മാളികപ്പുറത്തിന്റെ ലാഭത്തിന്റെ 10-1 ആയിട്ടില്ല ആനന്ദ് ശ്രീബാലയുടെ ബഡ്ജറ്റ്. ആ സിനിമയുടെ ഔട്ട് കണ്ട് അതിന്റെ സംവിധാനം ജീവിച്ചിരിപ്പുണ്ട്, വിനയൻ സാറിന്റെ മകൻ വിഷ്ണു. ആ സിനിമ ഇറങ്ങി പുറത്തു വന്ന് അത് മിക്സർ റിവ്യൂ ആയിട്ട് പോലും തിയേറ്ററിൽ ആൾ വന്ന സമയത്ത് ഇദ്ദേഹം ആ ഡയറക്ടറെ വിളിച്ച് പറയാണ്, ഞാൻ ഈ പടത്തിന് പ്രൊമോഷൻ ചെയ്യില്ല, ഞാൻ ഓടിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. ഒരു സംവിധായകന്റെ അവസാനം ആദ്യത്തെ പടമാണ്, കയ്യിൽ കാശുള്ള ഒരു പ്രൊഡ്യൂസറിന്റെ ധാർഷ്ട്യം. ഇന്ന് ഞാൻ പറയുന്നത്, ഈ പ്രസ് മീറ്റ് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇനിയും സോഷ്യൽ മീഡിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരെ ഉണ്ടാവും. കാരണം കഴിഞ്ഞ 2 ദിവസം നടക്കുന്ന PR വർക്ക്സ് ഞങ്ങൾ കാണുന്നതാണ്. കാശ് കൊടുക്കാതെ ഒരു PR ഇവിടെ പണിയെടുക്കില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. എന്റെ മുന്നിൽ എല്ലാ മീഡിയ കേക്ക് ഞാൻ പറയുന്നത്, ഇത് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങളിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നവർ തന്നെ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ആർക്കൊക്കെ കാശ് ഓഫർ വന്നു എന്നുള്ളത്. സത്യസന്ധമായി പറഞ്ഞ് ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നോട് വന്ന മീഡിയ പ്രവർത്തകരുണ്ട്. എന്നാൽ അത് വാങ്ങിച്ച ടീംസ് ഉണ്ട്, അതിന്റെ കാണുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് കാണുന്നുണ്ട്. ഇനി ഇതില് ഇന്നലെ പറഞ്ഞ അടുത്ത കാര്യം, ഉണ്ണി മുകുന്ദൻ അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തു പടം ചെയ്യാനായിട്ട്. നല്ല കാര്യം, അദ്ദേഹം പടം ചെയ്യണം. അതിന് വേണു കുന്നപ്പള്ളി ഫണ്ട് ചെയ്യാന്ന് പറയുന്നു. തീർച്ചയായിട്ടും ചെയ്യണം. ഞാൻ പറഞ്ഞത് നല്ല കോമ്പിനേഷൻ അത്. ഉണ്ണി മുകുന്ദൻ, വേണു കുന്നപ്പള്ളി, മുരളി കുന്നപ്പള്ളി, ഇതുപോലൊരു കോമ്പിനേഷൻ മലയാള സിനിമ ഇനി കിട്ടില്ല. സീരിയസ്ലി ഞാൻ പറയാം, അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് മോശമായി പറയുന്നില്ല, ചിരിക്കാൻ പറഞ്ഞില്ല, സീരിയസ്ലി നല്ല. കാരണം അത്ര ഫിനാൻഷ്യലി കേപ്പബിൾ ആയിട്ടൊരു പ്രൊഡ്യൂസർ
സിനിമ വല്ല സ്വപ്നം കാണുന്ന മറ്റൊരു പ്രൊഡ്യൂസർ, സിനിമയെ അത്രത്തോളം പാഷനായിട്ട്, കാരണം സംവിധാനം ഉണ്ടെങ്കിലും കയറി സംവിധാനം ചെയ്യുന്ന ഒരു നായകൻ. ഇതിൽ നല്ലൊരു കോമ്പിനേഷൻ കിട്ടാനില്ല. ആ സിനിമ എനിക്ക് തോന്നുന്നു 2-ാം ദിവസം 100 കോടി പോസ്റ്റർ വരും, എനിക്ക് ഉറപ്പുള്ള കാര്യം. ഉണ്ണിമുദ്ദ എന്നോടല്ല പ്രശ്നം, വിഷ്ണുവിന്റെ പ്രശ്നം അത് തന്നെ. എന്നോടല്ല. ഞാനൊരു ഒരാഴ്ച മുന്നേ പോലും വിഷ്ണുവിനെ കണ്ടിട്ടുണ്ട്, ഉണ്ണിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, ഈ സൗഹൃദങ്ങള് ആരൊക്കെയാണ് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ പറ്റിയ ദിവസങ്ങളായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതായത് ഇപ്പൊ നമ്മൾ കാണാറുണ്ട്, ഒരാൾ വയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾക്ക് സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതിൽ ഒരു കൂട്ടം മീഡിയയെ കൊണ്ടുപോയിട്ട് ഞാൻ എന്താ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് അറ്റൻഷൻ കിട്ടുന്നവരെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് അത്രയും ചീപ്പായിട്ട് ഇതിനെ തോന്നിയത്. കാരണം ഒരാളെ വിളിച്ച് സഹായിക്കാൻ നമ്മൾ സഹായിക്കുന്ന ചേട്ടാന്ന് പറഞ്ഞാൽ അത് പറഞ്ഞവിടെ വിടണം. ഇന്ന് ഉണ്ണി ഇട്ടേക്കുന്ന ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഞാൻ കണ്ടു, സത്യം ഒരു ദിവസം പുറത്തു വരും എന്ന്. അത് ഇന്നലെ തൊട്ട് കാണുന്ന PR ബസ്സില് ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്, ഉണ്ണിമൂന്നിനെ പൊക്കി പറഞ്ഞുകൊണ്ടുള്ള ഉണ്ണിമൂന്നിന്റെ പോസ്റ്റുകളാണ്. അവിടെയൊക്കെ ആലോചിച്ച് നോക്കണം, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് പോകുന്നത്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, ഉണ്ണിമൂന്നിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് PR വർക്ക് എടുക്കണം. നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിൽ കയറിയാൽ ഈ സാധനം, അതായത് എനിക്ക് അവരോട് പറയാനുള്ളത്, ആരാണെങ്കിലും പറയാനുള്ളത്, നിങ്ങൾ കാശ് വാങ്ങിക്കുകയാണെങ്കിൽ പണിയെടുക്കുക. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടല്ലോ, ഭയങ്കര മോശമാണ്. നിങ്ങൾ കാശ് വാങ്ങിക്കുന്നതോട് കാണിക്കുന്ന മോശമായ കാര്യം അത്. ഒരേ കണ്ടന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് പല സ്ഥലങ്ങളില്ല. ഇനി വേറൊരു കാര്യം, ഈ വ്യക്തിയല്ല, ഇത് അക്കൗണ്ടിന്റെ പേര് ഫേക്കാണ്, പക്ഷെ ഹാരിസ് ഖാൻ എന്ന് പറയുന്ന 22K ഫോളോവേഴ്സ് ഉള്ള ഒരാള്, ഇദ്ദേഹത്തിന്റെ പരിപാടി എന്ന് പറയുന്നത് പേഴ്സണൽ അറ്റാക്ക്. അതായത് എന്റെ ഇൻസ്റ്റ, ഫേസ്ബുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ വന്ന് ഒരേ സാധനം വളരെ മോശമായിട്ട് ബാക്ക് ടു ബാക്ക് ഇടുന്ന ഒരാൾ. ഇതാരാന്ന് എനിക്കറിയില്ല, ഞാൻ സൈബർ പോലീസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇരിക്കുന്ന പലർക്കും അറിയാം ഇത് ആരായിരിക്കും എന്നുള്ളത്. ഞാൻ മുഖ്യധാര മാധ്യമങ്ങളല്ല പറയുന്നത്.